ഇതുവരെ നമ്മൾ ജീവിതത്തിൽ കണ്ടിരിക്കുന്ന സിനിമകളിൽ ഹിന്ദി ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ തമിഴ് ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ എന്തായിരിക്കും? കാരണം ഇംഗ്ലീഷ് കൂടി തന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവർ കേൾക്കുമല്ലോ ഈ ഇന്ത്യയിൽ. അതിന്റെ പേരിലാണ് ഏറ്റവും ദേഷ്യം തോന്നിയിട്ട് ഉള്ള സിനിമ ഏതാണ് കണ്ടിട്ട്? അയ്യോ ഇത്രയും വൃത്തികെട്ട പടം എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് തോന്നിയിരിക്കുന്ന സിനിമ? അങ്ങനെ തോന്നിയിരിക്കുന്ന സിനിമയൊന്നുമില്ല. എല്ലാ സിനിമ ഏറ്റവും വിഷമിപ്പിച്ചിട്ടുള്ളത് ആകാശം. ഇങ്ങനെ ഫീൽ ചെയ്യിപ്പിച്ചത് ഫീൽ ചെയ്യിപ്പിച്ചിട്ടുള്ളത് അതാണ്. അതുകൊണ്ട് ഞാനത് കാണാറില്ല. എനിക്കത് കാണുന്നത് ഇഷ്ടമല്ല. ഇപ്പോഴും ഇഷ്ടമല്ല. അത് ഒരു പ്രാവശ്യം കണ്ടാണ്? ഒരു പ്രാവശ്യം ഫുള്ള് കണ്ടിട്ടുണ്ട്. പക്ഷെ മലയാളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ പേര് പറയാൻ പാടുള്ളൂ. ഇഷ്ടപ്പെട്ട നടൻ ആരാണ്? ഇഷ്ടപ്പെട്ട നടൻ എല്ലാവരും എന്ന് പറയരുത്. അല്ല, എല്ലാരും ഇഷ്ടമാണ്. അപ്പൊ പിന്നെ എല്ലാവരും അതിൽ തന്നെ ഒരു നടൻ എന്ന് പറഞ്ഞാൽ ഞാൻ തമിഴിൽ വേണമെങ്കിൽ വിജയ് എന്ന് പറയാം. വിജയ് ഫാനാണ്. മലയാളത്തിൽ എനിക്ക് ഞാൻ എല്ലാവരുടെയും ഫാനാണ്. ഒരാളെ എനിക്ക് പറയാൻ കിട്ടുന്നില്ല. എല്ലാവരുടെയും ഫാൻ എന്ന് പറയുമ്പോൾ നമ്മൾ സെൻട്രലൈസ്ഡ് എ സി എന്ന് പറയുമ്പോൾ അതായിരിക്കും. അല്ല, മലയാളത്തിൽ ആരാന്ന് ചോദിച്ചാല് ഓരോ പടങ്ങൾ നമ്മൾ അവരുടെ പടങ്ങൾ ഇഷ്ടപ്പെടുന്നതനുസരിച്ചിട്ടാണ് അവരോടുള്ള ഇഷ്ടം. ഇഷ്ടപ്പെട്ട ഡയറക്ടറോ? അങ്ങനെ ഒരാളെ എനിക്ക് പറയാം. മലയാളത്തിൽ ആരും ഇഷ്ടമല്ല? എല്ലാരും ഇഷ്ടം. എല്ലാവരും കൊള്ളൂല? എല്ലാവരും കൊള്ളാം. എല്ലാവരും ഇരിക്കട്ടെ. തമിഴിലെ ഏറ്റവും നല്ല ഡയറക്ടർ? നല്ല ഡയറക്ടർ എന്ന് ചോദിച്ചാൽ എല്ലാവരും നല്ല അല്ലേ? നമുക്ക് അങ്ങനെ നല്ലതൊന്നും ഒരാളെ നല്ലതുള്ളൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അവര് ചെയ്ത പടങ്ങൾ ചിലത് ഫ്ലോപ്പ് ആവും, ചിലത് നല്ല. ഹാഗണി താങ്കളുടെ ആദ്യകാല സിനിമകളൊന്നും മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഈ അടുത്ത കാലത്ത് ചെയ്ത ട്രിവാൻഡ്രം ലോഡ് എന്ന സിനിമ ശ്രദ്ധേയമായി ഉണ്ടായി. അതിൽ താങ്കളുടെ ക്യാരക്ടറും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. എന്നാൽ ഫാമിലിയെ ആ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്താൽ മാത്രമേ മലയാള സിനിമയിൽ ശ്രദ്ധിക്കപ്പെടാൻ പറ്റൂ എന്നതാണ് ഇതിലൂടെ നൽകുന്ന മെസ്സേജ്. നേരത്തെ നമ്മൾ ചോദിച്ചതിന്റെ ഞാൻ ആ സിനിമയെ പറ്റി ഇറങ്ങിക്കഴിഞ്ഞപ്പം പല അഭിപ്രായങ്ങളുണ്ടായിരുന്നു. കുറെ പേര് നെഗറ്റീവായിട്ട് സംസാരിച്ചിട്ടുണ്ട്, കുറെ പേര് പോസിറ്റീവായിട്ട് പറഞ്ഞു. എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്താന്ന് വെച്ചാല് അതിലെ കഥാപാത്രങ്ങൾ അബ്ദു എന്ന് പറയുന്ന ആള് നമ്മൾ പുറത്ത് കാണുന്ന ആളുകളിൽ ഉള്ള ഒരാൾ തന്നെയാണ് ഈ അബ്ദു എന്ന് പറയുന്നത്. നാട്ടിൻപുറത്തൊക്കെ ഉള്ള ആളാണ്. അപ്പോ പിന്നെ ഞാൻ ചെയ്ത ഒരു ക്യാരക്ടറും നമുക്ക് ഒത്തിരി സമൂഹത്തിൽ അങ്ങനെ കാണാൻ പറ്റിയില്ലെങ്കിലും ഉള്ള ആളുകൾ തന്നെയാണ്. പക്ഷെ ഇവരെല്ലാം വളരെ ഓപ്പണായി സംസാരിക്കുന്നു എന്ന് മാത്രം. അത് ഇപ്പൊ നമ്മള് കുറെ ആമ്പിള്ളേർ കൂടി നിന്ന് കഴിഞ്ഞാൽ ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്, ഒത്തിരി ഡയലോഗ്സ് അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത്രയൊന്നും എന്തായാലും ആ സിനിമയിൽ യൂസ് ചെയ്യും. ശരിയാണ്. നമ്മൾ നോർമലായിട്ട് സംസാരിക്കുന്നത് ഇപ്പൊ സാധാരണ ചെറുപ്പക്കാർ കൂടുമ്പോൾ സംസാരിക്കുന്നത് ഓപ്പണായിട്ട് സിനിമയിൽ വന്നപ്പോൾ അല്ല, അതിന്റെ ഒരു പുതുമ യങ്സ്റ്റേഴ്സിനുണ്ടായി. കാരണം യങ്സ്റ്റേഴ്സ് കാണുമ്പോൾ അവർ എൻജോയ് ചെയ്തതും കൈയടിച്ചതും അവർ ആ സിനിമയെ പ്രോത്സാഹിപ്പിച്ചതും ആ സിനിമ ഹിറ്റായതും എല്ലാം അതുകൊണ്ടാണ്. അപ്പം എനിക്ക് ആ പടത്തെ പറ്റി എപ്പോഴും പോസിറ്റീവായിട്ട്, ഞാൻ അഭിനയിച്ചത് കൊണ്ടല്ല, പോസിറ്റീവ് ആയിട്ടുള്ള ഫീൽ എനിക്ക് തോന്നിയിട്ടുള്ള പടം കണ്ടു. യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ മാത്രമേ ഹിറ്റ് ആയിട്ടുള്ളൂ ബിക്കോസ് ഓഫ് ദിസ് മൂവി. ഒരു ഫാമിലി ഓറിയന്റഡ് സബ്ജക്ട് അത് നോക്കുന്നുണ്ട്. ലൈക്ക് ഇപ്പൊ ഒരു ലൈക്ക് യുവർ ഇൻ ആൻ ഇമേജ്, ഡിഫറെന്റ് ഇമേജ്. ഫാമിലി ഓറിയന്റഡ് സബ്ജക്ട് എന്ന് പറയുമ്പോൾ ഞാൻ പടം കാണാൻ തിയേറ്ററിൽ പോയപ്പോൾ എന്റെ അടുത്തിരുന്ന് കണ്ടത് ഫാമിലിയാണ്. ഞാൻ ഇരുന്ന ചുറ്റുവട്ടത്തിരുന്നതെല്ലാം അച്ഛൻ, അമ്മ, കുട്ടികൾ, ഇവരെല്ലാം ഒരുമിച്ചാണ് പടം കണ്ടത്. അപ്പം പലരും അത് എന്റെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എന്റെ നെയ്ബേഴ്സ്, അങ്ങനെ കുറെ ആളുകൾ എല്ലാം ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ പോയി കണ്ടത്. അതിൽ ആ പടത്തിൽ അങ്ങനെ മോശം എന്ന് പറയാൻ, അയ്യോ ഇത്രയും മോശമോ പടം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് എല്ലാവരും എന്റെ അടുത്ത് പറഞ്ഞ ആളുകൾ അങ്ങനെയാണ് കമന്റ്സ് പറഞ്ഞത്. അപ്പോ ഞാൻ ചോദിക്കട്ടെ, നമ്മള് സമൂഹത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ കാണുന്നു, അതെല്ലാം ഇപ്പൊ നമ്മൾ ഈ ഇപ്പോഴത്തെ റേപ്പ്, ഡൽഹിയിൽ നടക്കുന്ന സംഭവങ്ങൾ, എന്തൊക്കെ കുഴപ്പങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ ഒരു സിനിമയിൽ ഇതിൽ എന്തെങ്കിലും കുറച്ച് ഡയലോഗ്സ് പറഞ്ഞു എന്ന് വെച്ചിട്ട് അയ്യോ ഞങ്ങൾക്കൊന്നും കേൾക്കാൻ പാടില്ല, അവിടെ നടന്നു എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല, അത് എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ നമ്മളൊന്നും കേട്ടില്ല, ഞങ്ങൾ ഭയങ്കര മര്യാദക്കാർ, ആ ഒരു കാര്യമില്ലല്ലോ, അതിന്റെ ഒരു കാര്യമേ ഇല്ലല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ മൂവി ഇറങ്ങിയപ്പോൾ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ടിവിയില്. അതിനകത്ത് ആക്ച്വലി ഫാമിലി അവിടുന്ന് ഇറങ്ങിപ്പോകുന്ന അല്ല, ചില ആളുകൾക്ക് ബുദ്ധിമുട്ട് തോന്നാം, കുറെ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്തായാലും ഈ പടം വിജയിച്ചു എന്ന് പറയുന്നതിൽ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. വിജയിക്കുക എന്ന് പറഞ്ഞാൽ ആളുകൾ ഇഷ്ടപ്പെടുന്നു, കൂടുതൽ ആളുകൾ പടം കാണാൻ കയറുന്നു എന്നതുകൊണ്ടാണല്ലോ ഒരു പടം വിജയിക്കുന്നത്. അല്ല, കുറച്ച് ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു സിനിമയുടെ ശ്രദ്ധേയമായിട്ട്. അതെ 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 അതെ. 2005 ഇറങ്ങിയ ബോയ് ഫ്രണ്ട് അല്ലേ, ആ സിനിമയുടെ തിരക്കഥാകൃത്തായിരുന്നു പള്ളശ്ശേരി, വിജയ് പള്ളശ്ശേരി. റിലീസ് ചെയ്ത ദിവസം അറിയാമോ? ഫസ്റ്റ് ഫിലിമാണ്. ദിവസം ഞാൻ ഓർക്കുന്നില്ല, നവംബറിലാണെന്ന് തോന്നുന്നു. നവംബർ 2005 നവംബർ അല്ല, ഡിസംബർ അല്ല,
ഡിസംബറിലോ നവംബറോ അല്ലേ? അല്ലേ? എന്തായാലും എൻഡിലാണ്. ഒക്ടോബർ 28. 2007 മുതൽ കനവ് എന്ന ചിത്രം. ഇതിലെ കഥാപാത്രത്തിന്റെ പേര് ജെനിഫർ. കറക്റ്റ്. സൗണ്ട് ഓഫ് ബൂട്ട് എന്ന ചിത്രത്തിലെ സുരേഷ് ഗോപിയുടെ കഥാപാത്രത്തിന്റെ പേര്. ഞാൻ ഓർക്കുന്നില്ല. സുരേഷ് ഗോപിയുടെ അടുത്തൊരു സോറി സാർ. SP സിദ്ധാർത്ഥമാണ്. അത് സ്വന്തം കഥാപാത്രത്തിന്റെ പേരറിയാം. മീര. അതറിയാം. അന്ന് സുരേഷ് ചേട്ടനെ അതിന് എന്തും പറഞ്ഞിട്ടാണ് വിളിച്ചിരുന്നത്? സുരേഷ് ചേട്ടന്റെ കൂടെ എനിക്ക് കോമ്പിനേഷൻ വരുന്നില്ല. കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. ഇല്ല. ഞാന് മരിച്ചു കിടക്കുന്ന ഒരു ഇതിൽ മാത്രമേ വരുന്നായിരുന്നു. ജീവ ഹീറോയായ സിംഗംപുലി എന്ന ചിത്രം. ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് രണ്ടുപേരാണ്. അതായത് തലൈപ്പുലി താങ്ങെന്നും പറഞ്ഞിട്ട് അവിടുത്തെ സീനിയർ പ്രൊഡ്യൂസറുടെ കസിൻസ് ആണ് രണ്ടുപേരും. പേര് ഓർക്കുന്നില്ല. സോറി. സിംഗംപുലിയുടെ പ്രൊഡ്യൂസേഴ്സ് S. പാർത്ഥിവനും ശ്രീനിവാസും. സോറി. ഡയറക്ടർ പേര് ഓർക്കുന്നുണ്ട്? ഡയറക്ടറുടെ പേര് സായി രമണി. ഉപ്പ് കണ്ടം പ്രദേശ് എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്റെ തിരക്കഥാകൃത്ത്. ഓർക്കില്ല. സോറി. ഞാൻ എന്താ കുഴപ്പമെന്നറിയാമോ, എന്റെ അടുത്ത് പേര് ഞാൻ പെട്ടെന്ന് വിട്ടു. പേര് മറന്നു പെട്ടെന്ന്. ഇപ്പം ആരെങ്കിലും ഒരാളൊന്നും ചെയ്താൽ എന്റെ പേരെന്ന് പറയുന്നത് ഞാൻ കുറച്ച് എഴുതി അയ്യോ എന്തായിരുന്നു പറഞ്ഞത്. അങ്ങനെയോ പേര് പെട്ടെന്ന് ആളെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഉപ്പ് കണ്ടം പ്രദേശിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററുടെ പേര് റെജിമാൻ. സോറി. നല്ല ബോയ് ഫ്രണ്ടില് നല്ല പാട്ടായിരുന്നില്ലേ? ഏതായിരുന്നു പാട്ട്? ഏതായിരുന്നു? ഈ പാട്ടിന്റെ സംഗീത സംവിധായകൻ ആദ്യത്തെ പാടല്ലേ? എന്റെ മ്യൂസിക് ഡയറക്ടർ ഓർമ്മയുണ്ടായിരുന്നു. സോറി. ദൈവമേ, ഞാൻ സോറി പറഞ്ഞു M. ജയേന്ദ്രൻ. ഉപ്പുകണ്ടം പ്രദേശ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്യാമറ ഉണ്ടായില്ലേ? ക്യാമറ ഇല്ലാണ്ടാണ് ഷൂട്ട് ചെയ്തത്. ക്യാമറ ഉണ്ടായിരുന്നു. എന്റെ ക്യാമറമാൻ ആരായിരുന്നു? മണി എന്നല്ല ഞങ്ങൾ സെറ്റിൽ വിളിച്ചത്. മണി സെറ്റിൽ വിളിക്കുന്നത് മണി സാറിന്. ശരിക്കുള്ള പേരെന്തായിരുന്നു? ഓർക്കുന്നില്ല. സോറി. മണി എന്ന ശരിക്കും അദ്ദേഹത്തിന് ചെല്ലപ്പേരുണ്ടല്ലേ? സെന്തിൽ കുമാർ. ഉപ്പുകണ്ടം പ്രദേശിന്റെ പ്രൊഡ്യൂസേഴ്സ് ആരാണ്? തങ്കച്ചൻ. ഞാൻ പെട്ടെന്ന് പേര് ഓർക്കുന്നില്ല സത്യം. അതുകൊണ്ട് നമുക്കിത് കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമില്ല. അത് വേണ്ട. അപ്പൊ ആരും പേര് നിൽക്കില്ല. പേര് പെട്ടെന്ന് കിട്ടും. നമ്മൾ അത്ര അടുപ്പമുള്ള കാരണം ഇവരെയൊക്കെ നമുക്ക്. അജന്ത സിനിമ തെലുങ്കിൽ ചെയ്തല്ലേ? ഏതാ? അജന്ത 4 ലാംഗ്വേജിൽ ചെയ്ത സിനിമയായിരുന്നു. അതായത് ഡയറക്ടർ പേര് ഓർമ്മയുണ്ടോ? ഡയറക്ടർ വന്നിട്ട് തിരുമാവളവൻ. കുറച്ച് ഡയറക്ടർ പേരാണോ? തിരുമാവളവ്. അങ്ങനെയാണ്. രാജപ്പ രവിശങ്കർ എന്നുള്ള പേര് പിന്നെ ആർക്കാണുള്ളത്? അത് പ്രൊഡ്യൂസറായിരുന്നു ആക്ച്വലി. പിന്നെ അതിൽ അവർക്കെന്തോ അതിന്റെ എന്തൊക്കെയോ പ്രശ്നങ്ങളായിരിക്കും. കൃത്യമായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല. അതല്ല. ട്രിവാൻഡ്രം ലോഡ്ജിന്റെ മ്യൂസിക് ഡയറക്ടർ ആരാണ്? ജയചന്ദ്രൻ.